ഹലോ, വെൽക്കം ടു മോളിവുഡ് ന്യൂസ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി പാട്ടം കണ്ടിറങ്ങി മക്കളെ, ഒരു രക്ഷയില്ല. കിടിലൻ സിനിമ. കാര്യമുണ്ട്, കിടിലൻ സിനിമയാവും. കാരണം നമ്മുടെ മാർട്ടിൻ പ്രക്കാട്ട് ടീമിൽ നിന്ന് വന്ന പടമാണ്. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജിത്തു അഷ്റഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തേക്കുന്നത്. നമ്മുടെ നായാട്ട്, ജോസഫ് ഇതുപോലുള്ള പോലീസ് സ്റ്റോറികൾ സ്ഥിരമായി എഴുതുന്ന, ലൈഫിൽ തന്നെ പോലീസുകാരനായ ഷാഫി കബീറാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത്. സെയിം ഒരു പോലീസ് ബേസ്ഡ് സ്റ്റോറിയാണ്, പക്ഷേ കിടിലം പടം. അതായത് ഓപ്പണിംഗ് സീൻ തൊട്ടേ പടം നമുക്ക് എൻഗേജിങ് ആണ്. ഒരു സിനിമയുടെ ഓപ്പണിംഗ് സീൻ എപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഒരു സിനിമയുടെ ഓപ്പണിംഗ് സീന് കാണുമ്പോൾ നമുക്കറിയാം ആ സിനിമയുടെ റേഞ്ച് എന്തായിരിക്കും എന്നുള്ളത്. ഞെട്ടിച്ചു ശരിക്കും. ഇതിൽ ആരൊക്കെയാണ് ഞെട്ടിച്ചേ? ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ ഡയറക്ടർ മനസ്സിലായി നിങ്ങൾക്ക്. അതായത് നമ്മുടെ നായാട്ട് സിനിമയിൽ നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ സി ആയിട്ട് അഭിനയിച്ച് തെറി വിളിക്കുന്ന ഒരാളില്ലേ, ആ കക്ഷിയാണ് നമ്മുടെ ഈ ജിത്തു അഷ്റഫ്. ഫസ്റ്റ് പടമാണ്, പക്ഷേ എങ്ങനെ കിടിലാവാതിരിക്കും. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ കൂടെ നിന്ന് പഠിച്ചിറങ്ങിയല്ലേ, അതിൻ്റെ എല്ലാ പയറ്റി തെളിഞ്ഞതും ഫ്രെയിമിൽ കാണാറുണ്ട്. കുഞ്ചാക്കോ ബോബൻ്റെ കാര്യം എടുത്തു പറയേണ്ടത്. എൻ്റെ പൊന്നെ എന്ത് പെർഫോമൻസ്, എജാതി പെർഫോമൻസ്. അതായത് ഈ ക്യാരക്ടറിന് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഭയങ്കര റൂഡാണ്, പക്ഷെ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ്. എന്ന് വെട്ടി തുറന്ന് പറയും. ഒന്നിനൊരു കോസിലില്ലാത്തൊരു ക്യാരക്ടർ. അത് അതിൻ്റെ വെടിപ്പിന്. കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അധികം സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഒരു ഭയങ്കര റൊമാൻറ്റിക്, അങ്ങനെ ഒരു ഇമേജ് ഉണ്ടല്ലോ. ഓരോ പടം കഴിയുന്നവർ അത് പുള്ളി ബ്രേക്ക് ചെയ്ത് വരെ. ഈ പടം അതിൻ്റെ പീക്കാണ്. ആ ഇതിൽ കുഞ്ചാക്കോ ബോബനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അവസാനം കുഞ്ചാക്കോ ബോബൻ്റെ ഗംഭീര പെർഫോമൻസ് കണ്ടത് എന്നാൽ താൻ കേസ് കൂടില്ല. അതിനുശേഷം പുള്ളി അഭിനയിച്ച് ഞെട്ടിച്ച് ഈ പടത്തിനകത്ത്. ഒരു രക്ഷയില്ല. ആ ക്യാരക്ടർ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ പാർട്ടാണെങ്കിലും, സിനിമോട്ടോഗ്രഫി ആണെങ്കിലും, മ്യൂസിക് ആണെങ്കിലും, എഴുത്തിലും ഡയറക്ഷനിലും എല്ലാത്തിലും നല്ല ഞെരിപ്പ് പടം. വിശാഖ് നായർ ആളെ മനസ്സിലായില്ലേ? നമ്മുടെ കുപ്പി, ആനന്ദത്തിലെ കുപ്പിയുടെ ക്യാരക്ടർ ചെയ്ത ആൾ, കൂടുതൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്ത കുപ്പി. അവൻ ഇതിനകത്തൊരു പെർഫോമൻസ് അവൻ ചെയ്തിട്ടുണ്ട്. എടാ മോനെ, വില്ലൻ എന്നൊക്കെ പറഞ്ഞ നല്ല ടോപ്പ് വില്ലൻ. ഒരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് ഡീലർ ആയിട്ടുള്ള ഒരു ഗ്യാങ്, അവരുടെ റിവെഞ്ച് സ്റ്റോറിയാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് കണക്ട് ചെയ്തിരിക്കുന്ന രീതിയും അതിനകത്തുള്ള ഇമോഷൻസ്, ഇതിൽ ആൺപെൺ വ്യത്യാസമൊന്നുമില്ല. വില്ലനാണ് ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അൾട്ര നെഗറ്റീവാണ്, പെൺപിള്ളേരാണ്, അങ്ങനെയാണെങ്കിൽ അതൊന്നുമില്ല. ഇടി എന്നൊക്കെ പറഞ്ഞാൽ കിൻഡൽ ഇടിയാണ് പെണ്ണുങ്ങൾ കൊടുക്കുന്നത്. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും അവളുമാരെ കയ്യിരിപ്പ് കാണുമ്പോൾ നല്ല ഇടി കിട്ടിയാലും ഒരു കുഴപ്പമില്ലെന്ന് തോന്നും. ഈ പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ. അവസാനം നമ്മൾ കരുതും അയ്യോ ഇവർ രക്ഷപ്പെട്ടോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ആ ലാസ്റ്റ് മൊമെൻറ്റിൽ കുഞ്ചാക്കോ ബോബൻ കൊടുക്കുന്ന ഒരു പണിയുണ്ട്, ഒരു നിപ്പ്. സ്ക്രിപ്റ്റ്, ആക്ടിങ്, ഡയറക്ഷൻ. കിടിലം പടം. ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജിത്തു യൂണിവേഴ്സാണ്. മനസ്സിലാക്കണ്ടല്ലേ? മലയാള ഇൻഡസ്ട്രിയിൽ ഡയറക്ടറുടെ പേരിൻ്റെ കൂടെ ജിത്തു ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജിത്തു ജോസഫ്, പിന്നെ ജിത്തു മാധവൻ. ഇപ്പോൾ അടുത്ത ജിത്തു എത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ജിത്തു അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഇനി നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടറിൻ്റെ കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അദ്ദേഹം ആദ്യം ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു, ടോവിനോ നായകനാക്കി. അതിൻ്റെ ഓഡിഷൻ കോളൊക്കെ വന്നതാണ്. ആരവം എന്നായിരുന്നു അതിൻ്റെ ടൈറ്റിൽ. ആ പടം നിന്നുപോയി. പിന്നീട് നമ്മുടെ RDXൻ്റെ ഡയറക്ടർ ഇതേ പേരിൽ പടം അനൗൺസ് ചെയ്തു, ആരവം എന്ന പേരിൽ. അതും നിന്നുപോയി. അപ്പോൾ ഇതിനെല്ലാം ശേഷം, ഇത്രയും സ്ട്രഗിളിന് ശേഷം ഈ ഡയറക്ടർ നമുക്ക് തന്ന ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. സോ നിങ്ങളെല്ലാവരും ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ഒരു കിടിലൻ എക്സ്പീരിയൻസ്, ഒരു ഭയങ്കര ഒരു സീറ്റ് ത്രില്ലർ കാണണമെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, വിട്ടോ തിയേറ്ററിലോട്ട്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. നിങ്ങൾ തിയേറ്ററിലേക്ക് ഡ്യൂട്ടി ആയിട്ട് പൊക്കോളും.